അപ്പൊ മുജാഹിദിന്റെ ആശയപ്രകാരം നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന് പറയാൻ അവരേതൊരു മാർഗമാണോ സ്വീകരിക്കുന്നത് അതേ മാർഗം വെച്ച് നോക്കുമ്പോ എല്ലാ വെള്ളിയാഴ്ചയിലും അവർ നിർബന്ധമായി ബിദ്അത്ത് ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിക്കാത്ത, പ്രത്യേകം ചെയ്യാൻ നിർദ്ദേശിക്കാത്ത കാര്യം വെള്ളിയാഴ്ച ജുമയുടെ ഖുത്ബയിൽ നിർബന്ധമായി ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. ഒന്നല്ല, രണ്ട് കാര്യം: ഖുത്ബയിലെ സ്വലാത്തും ഖുത്ബയിലെ ദുആവും. ഇത് ഏത് ഹദീസിലാണുള്ളത്? നബിദിനാഘോഷം വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ്, റബീഉൽ അവ്വൽ മാസത്തിലെ നമ്മുടെ ആഘോഷം. ആ ആഘോഷം പാടില്ലെന്ന് പറയുന്നവർ എല്ലാ ആഴ്ചയിലും അവരവരുടെ പള്ളികളിൽ നടത്തുന്ന ഈ നിർബന്ധമായി ചെയ്യുന്ന ബിദ്അത്തിനെയാണ് ആദ്യമായി എതിർക്കേണ്ടത്. ഈ ശബ്ദം ശ്രവിക്കുന്ന വഹാബികളോട് ഞാൻ പറയാണ്, നിങ്ങൾ അടുത്ത ആഴ്ച പള്ളിയിൽ പോകുമ്പോ മൗലവി നിങ്ങൾ പ്രസംഗിക്കും, മൗലവി ഖുത്ബയിൽ പറയും നബിദിനാഘോഷം പാടില്ല, കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്നാണ്. ആ മൗലവിയും ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയല്ല, എല്ലാ വെള്ളിയാഴ്ചയിലും എല്ലാ ഖുത്ബയിലും. അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഖുത്ബ തന്നെ ബാത്തിലാണ് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കണം ആ മൗലവിയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ നബിദിനം ആഘോഷിക്കാത്തതെങ്കിൽ നിങ്ങളുടെ ഖുത്ബയിൽ എന്തുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് എടുത്തു മാറ്റുന്നില്ല? നിങ്ങളുടെ ഖുത്ബയിൽ നിന്ന് എന്തുകൊണ്ട് നിങ്ങൾ ദുആ എടുത്തു മാറ്റുന്നില്ല? അല്ലെങ്കിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് ചൊല്ലിയത് ഒരു ഹദീസ് നിങ്ങൾക്ക് ഉദ്ധരിക്കാമോ? അങ്ങനെ ഖുത്ബയിൽ സ്വലാത്ത് ചൊല്ലണമെന്ന ഒരു നിർദ്ദേശം ഹദീസിൽ ഉദ്ധരിക്കാമോ? ആയത്തുകളിൽ ഉദ്ധരിക്കാമോ? നിങ്ങൾ ചോദിക്കേണ്ടതാണത്.